നമസ്കാരം. ജയന്ത് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ബഫിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതമൊക്കെ പറ. സ്വാഗതം. ഇന്ന് ബീറ്റ് ബഫിൻ്റെ എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും അല്ലേ? പുതിയൊരാൾ വന്നിരിക്കുന്നത് മൊത്തത്തിലൊരു മഞ്ഞ ആണ്. സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരത്തൊക്കെ നല്ല എന്തായാലും കറക്റ്റായിട്ട് പറയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് എവിടെയാണ്? തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എന്റെ വീട്ടില് അച്ഛൻ, അമ്മ. ഞാൻ ഇത് ചോദിച്ചിട്ടില്ല, ബയോഡാറ്റ ചോദിച്ചിട്ടില്ല, സ്ഥലം എനിക്ക് മാത്രം പറഞ്ഞു തന്നാൽ പിന്നെ പറഞ്ഞു കുഴപ്പമില്ല. അല്ല വേണ്ട, മൊത്തം പറഞ്ഞാലേ അടി ഇടുന്ന വഴി അറിയില്ല. അത് പിന്നെ പറയാം. നെയ്യാറ്റിങ്കരയിലാണ് എൻ്റെ വീട്. പിന്നെ വെള്ളങ്ങളൊക്കെ കുടിച്ചിട്ട് തന്നെ വന്നത്? ഇല്ല അണ്ണാ, എനിക്ക് വിശകണ്. വേണ്ട അങ്ങോട്ട് പോകണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ഹർഷ ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഹർഷയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഹർഷ ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഹർഷയ്ക്ക് പകരമായിട്ട് വന്ന ആളാണ്. ഇനി ഇതിനെ ഞാൻ സഹിക്കണമല്ലോ എന്നുള്ള ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടല്ലോ അല്ലെ? ബീറ്റ് ബഫ് ഒക്കെ കാണാറുണ്ടല്ലോ. നമ്മളെ പ്രേക്ഷകർ എന്ന് പറയുന്നത്, ബീറ്റ് ബഫിന്റെ പ്രേക്ഷകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നോക്കിയിട്ട് നമുക്ക് മെയിൽ അയക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തെങ്കിലും മര്യാദക്ക് സൂക്ഷ്യം കണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം, ഇല്ലെങ്കിൽ എല്ലാം പോരട്ടെ, ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കേട്ടോളാം. ആതിരയുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾക്ക് മെയിൽ അയക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതിലേക്ക് വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി തന്നെ, എന്നെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ എന്തിനെങ്കിലും അല്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് മിക്കവാറും ഇതിന്റെ എപ്പിസോഡ് തുടക്കം മുതൽ എൻഡ് വരെ എനിക്ക് എന്തായാലും ഭാഷ പഠിപ്പിച്ചോണ്ട് വരിക്കും തോന്നുന്നു. ഇല്ല, ഞാൻ ഇങ്ങനെ പറയുള്ളൂ. നമ്മളെ തിരുവനന്തപുരംകാര് അങ്ങനെ അല്ല, എല്ലാവരും അങ്ങനെയൊന്നും അല്ല. എന്നാലും നമുക്ക് അങ്ങനെ പറയുമ്പോൾ, പക്ഷെ ഇത് ഞങ്ങൾ തിരുവനന്തപുരത്തെ ആൾക്കാർ മാത്രമല്ലല്ലോ കാണുന്നത്, ഞങ്ങൾ മൊത്തത്തിലുള്ള ആൾക്കാർ കാണുന്നതല്ലേ. എന്തിനെണ്ണാന്നൊന്നും എന്റെ അടുത്ത് ചോദിക്കൂലല്ലോ അല്ലേ? ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനെണ്ണ പറയണ? കുറെ സമയമല്ല. അപ്പൊ എന്തായാലും ഇത് മനസ്സിലായല്ലോ, ഏകദേശം മനസ്സിലായല്ലോ അല്ലേ? എനിക്കിപ്പോ തോന്നുന്നുണ്ട് ഹർഷ തന്നെ മതിയായിരുന്നു എന്നുള്ളത്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. ഹർഷ ആരായാലും നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവതാരകരാരും എന്നുള്ളതല്ല ഈ പ്രോഗ്രാമിന്റെ മെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് പാട്ട് പാടാനും സമ്മാനം മേടിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബീറ്റ് ബഫ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനോ അല്ലെങ്കിൽ ആതിരയോ ഹർഷോ ആരെന്നുള്ളതല്ല, ആര് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് പാടാനുള്ള അവസരമുണ്ട്, സമ്മാനമുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് മെയിൽസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്നും പതിവ് പോലെ തന്നെ മെയിൽസ് തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും മെയിൽസ് എടുത്തു വെച്ചിട്ട് അതിൽ നിന്നുള്ള ഒരു 3 കോളേഴ്സിന് മൂന്ന് മെയിൽസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആളെ നമുക്ക് എന്തായാലും വിളിക്കണ്ടേ? ആദ്യത്തെ ആളാരാണ്? ആദ്യത്തെ ആള് നമ്മുടെ ജ്യോതി. എഴുതി വെച്ച പേപ്പറൊക്കെ നോക്കിയിട്ട് ജ്യോതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജ്യോതിയാണ് കൊല്ലത്തുള്ള. അപ്പോൾ ജ്യോതിനെ എന്തായാലും നമ്മൾ ആദ്യം അങ്ങോട്ട് വിളിക്കാൻ പോവാണ്. അപ്പോൾ ജ്യോതിനെ വിളിക്കാം അല്ലേ? ജ്യോതിനെ എന്തായാലും അങ്ങോട്ട് വിളിക്കാം. ഹലോ, ജ്യോതി അല്ലേ? ജ്യോതി കൊല്ലത്തല്ലേ? കൊല്ലം അഞ്ചൽ. കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചൽ തന്നെ പറയണോ അല്ലേ? ജ്യോതി എന്ത് ചെയ്യാണ്? ഞാനിപ്പോ ഒരു ബാങ്കിങ്ങിന്റെ ഒരു ഫിനാൻസ് നടത്തുവാണല്ലേ? അപ്പൊ അത്യാവശ്യം എന്തെങ്കിലും ഫിനാൻസിന്റെ ആവശ്യമൊക്കെ വരുന്നുണ്ടെങ്കിൽ ജ്യോതിനെ വിളിച്ചാൽ മതിയോ? ലോണൊക്കെ സാങ്ഷൻ ആക്കുമല്ലോ. അപ്പൊ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. അതെ, നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് എന്തോ ഒരു ലോൺ വേണമെന്ന്. എനിക്കൊരു ലോൺ വേണം ചേച്ചി, കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അതെ. അപ്പൊ എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. നമ്പർ തരണം കേട്ടോ. തരാം. വീട്ടിലാരൊക്കെ ഉണ്ട് ജ്യോതിയുടെ? വീട്ടിൽ ഇപ്പൊ ഞാനും ഉണ്ട്, മോനുണ്ട്. മോനുണ്ടല്ലോ. മോന് എന്ത് പഠിക്കുവാണോ? 7th സ്റ്റാൻഡേർഡിൽ അവന് ഫൈനൽ എക്സാം ഇങ്ങനെ തുടങ്ങുന്ന. അങ്ങനെ എക്സാമിന്റെ ഒക്കെ ഒരു പ്രിപ്പറേഷനിലൊക്കെ നിൽക്കുവാണല്ലേ? നമ്മുടെ ഈ എപ്പിസോഡിൽ ആദ്യത്തെ കോളറാണ് ജ്യോതി എടുത്തത്. അപ്പൊ എന്തായാലും ഐശ്വര്യമായിട്ട് നല്ലൊരു പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് തുടങ്ങിയാലോ? പാട്ടോ? മൂളിപ്പാട്ട് മതി നമുക്ക്. അത്ര അറിയത്തുള്ളോ? സാരമില്ല. പക്ഷെ എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് കഴിയുമ്പോഴേ ഇതിന്റെ ആൻസർ അറിയുന്നുണ്ടെങ്കിൽ 4 ലൈൻസ് ഒക്കെ പാടിത്തരണം. അത് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ? നമുക്ക് നേരെ ഗെയിമിലോട്ട് പോയാലോ?
ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും പാട്ട് വരട്ടെ അല്ലേ? ഓ അറിയാമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വരട്ടെ. ആ കേട്ടു. പാട്ട് ഏതാന്ന് മനസ്സിലായോ? അയ്യോ ഇല്ല. അയ്യോ നല്ല പാട്ടാണ്. ഈ അടുത്തിടെ വന്ന സിനിമയിലുള്ളതാ, എല്ലാവർക്കും അറിയാം. അയ്യോ അറിയില്ല കുഞ്ഞേ. സിനിമ പറഞ്ഞാൽ അറിയാൻ പറ്റുമോ ചേച്ചിക്ക്? സിനിമ ഞാൻ പറഞ്ഞുതരാം. സിനിമ നമ്മുടെ ഷൈൻ നിഗവും അതുപോലെ തന്നെ പെപ്പെ ആൻ്റണി, നമ്മുടെ നീരജ് മാധവൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. RDX എന്ന് പറഞ്ഞ സിനിമയാണ്. RDXിലുള്ള നല്ലൊരു പാട്ടാണ്. കാരണം എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. പിന്നെ എല്ലാവരും ഇരുത്തി ആലോചിച്ച് നോക്കിക്കേ. പാട്ടാണോ? ആ അതാണോ? അതന്നെ പാടിക്കോ പാടി. ഇത് ചേച്ചി പാട്ട് പാടുമ്പോൾ എന്തെന്നറിയാമോ, ഒരു കമ്പും വെച്ചിട്ട് നമ്മളിങ്ങനെ പാട് 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 എന്ന് പറയുന്ന ഒരു ഫീലാണ്. എന്തായാലും കുഴപ്പമില്ല. കേട്ടിട്ടുണ്ട് ഈ പാട്ട്, പക്ഷെ ലിറിക്സ് അറിയില്ല. എന്തായാലും ചേച്ചി ഇത്രയൊക്കെ പാടില്ലേ? എഫേർട്ട് എടുത്തല്ലോ. അടിപൊളി അടിപൊളി. അപ്പൊ ചേച്ചി സമ്മാനം വേണോ? സമ്മാനം കിട്ടിയാ കൊള്ളാം, അത്രേ ഉള്ളൂ. ഞാൻ നല്ലപോലെ പാടിയില്ലല്ലോ. നല്ലപോലെ പാടില്ല. എന്തായാലും 4 ലൈൻസ് അത്യാവശ്യം ഒപ്പിച്ചിട്ടൊക്കെ പാടി. പിന്നെ നമ്മുടെ ഫസ്റ്റ് കോളറും കൂടെ അല്ലേ? അപ്പൊ എന്തായാലും സമ്മാനമൊക്കെ തരാം അല്ലെ, കൊടുക്കാം അല്ലേ? കാരണം എന്തായാലും ഇത്രയൊക്കെ പാടിയതല്ലേ. കണ്ണൂരുകാരെ കുറിച്ച് മോശവും പറഞ്ഞല്ലേ, ഞാൻ ഉള്ള കാരണമാണ് കണ്ണൂർ ചൂടെന്നൊക്കെ പറഞ്ഞല്ലേ. തരണ്ടാന്ന് വിചാരിച്ചതാണ്, പക്ഷെ എന്തായാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ചേച്ചിക്ക് നല്ലൊരു സമ്മാനമുണ്ട്. സിസോ നൽകുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ്. അത് ഉടനെ തന്നെ ചേച്ചിക്ക് കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് ഇപ്പൊ നമ്മളിപ്പം ഈ കാണിക്കാൻ പോകുന്ന ഈ പാട്ടുണ്ടല്ലോ ചേച്ചി, ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ചേച്ചി വിളിച്ചതിൽ. നമുക്ക് മെയിൽ. ഓ ആയിക്കോട്ടെ, താങ്ക് യു. സമ്മാനം തരുന്നോണ്ടാണ് നമുക്ക്. ഏതാ? ഓ താങ്ക് യു. അപ്പൊ എന്തായാലും ഓക്കെ ചേച്ചി. അപ്പൊ ഇനിയും നമുക്ക് മെയിൽ അയക്കുക, നമ്മളെ വിളിക്കുക. ഓക്കെ അപ്പൊ ചേച്ചി ബൈ ബൈ. നമ്മളെ വിളിച്ചിരുന്നത് ജ്യോതി ചേച്ചിയായിരുന്നു. അപ്പോൾ ജ്യോതി ചേച്ചി നല്ല പാട്ടൊക്കെ പാടിത്തന്നു. ആദ്യം ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം ഒപ്പിച്ചു ചേച്ചി. 4 ലൈൻസൊക്കെ എത്തിച്ചിട്ട് എന്തായാലും നല്ല പാട്ടൊക്കെ പാടിത്തന്നു, സമ്മാനമൊക്കെ മേടിച്ച് പോയിരിക്കുകയാണ്. അതാ ഞാൻ പേടിപ്പിച്ചെന്നല്ല, കാരണം ആദ്യം തന്നെ എന്നെ എന്തായാലും ഇപ്പോൾ കൊല്ലത്തിൻ്റെ പറഞ്ഞ സമയത്ത് എന്നെ പറഞ്ഞല്ലോ, കണ്ണൂർ അത്ര ഞാനുള്ള കാരണമാണ് ചൂടെന്നൊക്കെ പറഞ്ഞല്ലോ. അതാണ്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് എന്തായാലും മനോഹരമായിട്ടുള്ള സിസോൻ്റെ നല്ല സമ്മാനമൊക്കെ ലഭിച്ചു. അപ്പോൾ എന്തായാലും ചേച്ചി ഹാപ്പി ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമ കണ്ടായിരുന്നോ? പിന്നെ RDX കണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായിരുന്നു? ഈ പടം കണ്ട സമയത്ത് ഇഷ്ടപ്പെട്ടത് ആരായിരുന്നു? പടം കണ്ടപ്പോ ഇഷ്ടപ്പെട്ടത് എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. ആ സിനിമയിൽ 3 നായകന്മാരുണ്ടല്ലോ, അതിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? 3 പേരെ ഇഷ്ടമാണ്. ഷൈൻ നിഗത്തിനെയാണോ, പെപ്പയാണോ, നീരജിനെയാണോ? 3 പേരെ ആണല്ലേ? അപ്പൊ എന്തായാലും നല്ല തകർത്ത് അഭിനയിച്ച പടമാണ്. അതെ 2023 നല്ലൊരു ഹിറ്റ് പടം തന്നെയായിരുന്നു. കാരണം തിയേറ്ററിലൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരൊക്കെ കൂടിയ ഒരു സിനിമ തന്നെയായിരുന്നു. മനോഹരമായിട്ടുള്ള സിനിമയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നും നമ്മൾ മെയിൽ തന്നെയാണ്. അപ്പോൾ മെയിലിൽ നമ്മൾ ഒരാൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആൾ റെഡിയാണ്, സീനത്താണ്. അപ്പോൾ സീനത്തിന് എന്തായാലും ഒന്ന് വിളിച്ചേ, ആദ്യം ഒന്ന് വിളിച്ചു നോക്കിയേ. ഹലോ നമസ്കാരം. സീനത്തല്ലേ? അതെ. ചേച്ചി എവിടെന്നാ? ഞാൻ കാലിക്കറ്റ് നിന്നാണ് വിളിക്കുന്നത്. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. അടിപൊളി. സീനത്ത് ചേച്ചി എന്താണ് ഒരു ഉഷാറില്ലാത്ത? കാലിക്കറ്റ് നിന്നൊക്കെ വിളിക്കുന്നവർ നല്ല ഉഷാറൊക്കെ വേണ്ടേ? ഉഷാറൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് വിളിക്കുന്നതിന്റെ ഒരു ടെൻഷൻ ആണല്ലേ? ഫുഡ് കഴിച്ചില്ലേ? ടെൻഷൻ എന്തിനാണ്? ആദ്യം തന്നെയാണോ? പേടിയാണോ? എന്നെ കണ്ടിട്ടാണോ? ഞാൻ പാവമാണ് സത്യം. ടിവിയിലാണെങ്കിലും നമ്മൾ വിളിക്കുന്ന ഫോണിലല്ലേ ചേച്ചി, അപ്പൊ അതുകൊണ്ട് ഇത്ര ടെൻഷനൊന്നും വേണ്ട. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡും 2 കുട്ടികളും. കുട്ടികളൊക്കെ എന്ത് ചെയ്യാണ്? മോന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു, മോള് ചെറിയ കുട്ടിയാണ്. അപ്പൊ ടെൻഷനൊക്കെ മാറിയോ? ടെൻഷൻ മാറാൻ ഒരു വഴിയുണ്ട് ചേച്ചി. നമുക്കൊരു പാട്ട് പാടിയാലോ? 2 വരി പാടാം. അത് മതി. രണ്ടും കൽപ്പിച്ച് ചേച്ചി 2 വരി അങ്ങ് പാടിക്കോ. നീറും നോവാണനുരാഗം നോവുമ്പോഴും തേനോ
സുഖമാണനുരാഗം ഞാനും പതിയെ പതിയെ അതിരുകളുരുകിയലേ. മതിയില്ലേ? ഇത്രയും നന്നായിട്ട് പാട്ട് പാടിയിട്ടാണ് എനിക്ക് പാടാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞത്. അറിഞ്ഞൂടാത്ത ആളാണ്, ഒട്ടും അറിയത്തില്ല. ഇതിനേക്കാൾ നന്നായിട്ട് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആതിര അടുത്തൊക്കെ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പാടുന്നൊക്കെ അറിയാലോ. അതെ, ആതിര നന്നായിട്ട് പാട്ട് പാടുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് ഇവിടെ പാടിയാണ്. എന്റെ ദൈവമേ, വളരെ നല്ല ഇവിടെ ഫ്ലോറിന്റെ അകത്തുണ്ടായിരുന്ന ആൾക്കാർ മൊത്തം അങ്ങ് പോയതായിരുന്നു. അപ്പൊ എന്തായാലും ഓടിന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ചേച്ചിന്ന് വിളിക്കാമല്ലോ അല്ലേ? ആ, കുഴപ്പമൊന്നുമില്ല, വിളിക്കാം. അപ്പൊ എന്തായാലും നമ്മള് വലിയ കൊച്ചു പയ്യനെന്നാണ് പിന്നെ കൊച്ചു പയ്യൻ തന്നെയാണല്ലോ. 10-22 വയസ്സുള്ളവര് പിന്നെ ചേച്ചിന്ന് വിളിക്കണ്ട, 40 വയസ്സുള്ളവരൊക്കെ അല്ലേ? എത്ര വർഷം മുന്നേ? ആ, ചേച്ചിന്ന് വിളിക്കാം, ഒരു കുഴപ്പമില്ല. ആതിര വേണമെങ്കിൽ പേര് വിളിച്ചാൽ മതി, കുഴപ്പമില്ല. കാരണം സെയിം ഏജ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ വിളിക്കാം, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടല്ലോ അല്ലേ? അറിയാലോ അല്ലേ? ആ, അപ്പൊ എന്തായാലും നമ്മൾ ഗെയിമിലോട്ട് പോയാലോ നേരെ? കേട്ടോ? അയ്യോ, അറിയുന്ന പാട്ടാണ്. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സിനിമ പറഞ്ഞാൽ മനസ്സിലാവോ? കുറച്ച് ഇരുന്ന് ആലോചിച്ചോ, ഇരുന്ന് കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് തിരക്കൊന്നുമില്ല. ചേച്ചിക്ക് തിരക്കുണ്ടോ? ആ, കിട്ടി. അറിയാതെ ഇഷ്ടമായി അന്ന് മുതൽ ഒരു സ്നേഹചിത്രമായി മെല്ലെ അരികിലൊതുങ്ങിന്നു നീ നിന്റെ എല്ലാമായി. ആ പാട്ടത്തെ പക്ഷെ അടിപൊളിയായിട്ട് ചേച്ചി പാടുന്നുണ്ട് കേട്ടാ. ആദ്യം പാട്ട് പാടുന്നില്ലൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നല്ല അടിപൊളിയായിട്ടാണല്ലോ പാട്ട് പാടുന്നത്. ആ സമ്മാനം കിട്ടിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ പാട്ടും വരണ്ടേ? ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 3 പാട്ടൊക്കെ വേണമെങ്കിൽ പാടിത്തരും അല്ലേ? നന്നായിട്ട് പാടുന്നുണ്ട് ചേച്ചി, അടിപൊളിയായിട്ട് പാടുന്നുണ്ട് ചേച്ചി, നന്നായിട്ട് പാടുന്നുണ്ട് ചേച്ചി. ചേച്ചി എന്നേക്കാൾ നന്നായിട്ട് പാടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു. നന്നായിട്ടും പാടുന്നുണ്ട്. അപ്പൊ എന്തായാലും ചേച്ചിക്ക് മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത്. സിസോ നൽകുന്ന നല്ലൊരു സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത്. സന്തോഷായില്ലേ? ആ, ശരി ചേച്ചി. അപ്പൊ എന്തായാലും ഓക്കെ, ഇനി നമുക്ക് മെയിൽ അയക്കണം കേട്ടോ. ബൈ ബൈ. നമ്മളെ വിളിച്ചിരുന്നത് ആരായിരുന്നു? സീനത്തായിരുന്നു. സീനത്ത് ചേച്ചിയായിരുന്നു വിളിച്ചത് കാലിക്കറ്റ് നിന്ന്. അപ്പോൾ ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ചേച്ചി പാടിത്തന്നു. ചേച്ചി എന്തായാലും സമ്മാനമൊക്കെ മേടിച്ചു. പിന്നെ എന്തായാലും സമ്മാനം കൊടുത്തപ്പോൾ ആതിരയ്ക്ക് ഒരു സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലുവയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ അലുവയ്ക്ക് വേണ്ടിയിട്ട് ആതിര വെയിറ്റ് ചെയ്യാണ്. കിട്ടുമായിരിക്കും, ചേച്ചി എന്തായാലും അയച്ചു തരുമായിരിക്കും. ഞാൻ അടുത്ത വണ്ടിയറങ്ങ് ചെല്ലും. എനിക്ക് അലുവ എന്ന് പറഞ്ഞ ഭയങ്കര ജീവനായിട്ടുള്ള സാധനമാണ്. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും ഈ സിനിമ അറിയാലോ, പാണ്ടിപ്പട എന്ന് പറഞ്ഞ ചിത്രത്തിലുള്ള മനോഹരമായിട്ടുള്ള സോങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന്റെ ഒരു ഫുൾ ടൈം ഒരു കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമ. നിങ്ങൾ മറ്റേ ഇടയ്ക്ക് മറ്റേ തമിഴും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കുകയൊക്കെ ആയിരുന്നല്ലോ അല്ലേ? അതേപോലെ തന്നെയാണോ ആതിര? പിന്നെ എല്ലാ ലാംഗ്വേജൊക്കെ അറിയാം നന്നായിട്ട്. എന്ത് വന്നാലും പിടിച്ചേക്കും അല്ലേ? പക്ഷെ കുറച്ചുകൂടെ ആതിരക്ക് കുറച്ചുകൂടെ ഒന്ന് ഉഷാറാവാനുണ്ടെന്ന് മിക്കവാറും ഈ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും ആൾക്കാരൊക്കെ പറയായിരിക്കും കുറച്ചുകൂടെ ഒന്ന് ഉഷാറാവണമെന്നൊക്കെ. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ മാത്രം സംസാരിക്കുന്നുള്ളൊരു ഇത് വരും. അതുകൊണ്ട് എന്തായാലും ആതിരും കൂടെ കുറച്ചും കൂടി സംസാരിക്കണം. ഇല്ല, അതെന്തായാലും ഒരിക്കലും പറയത്തില്ല. നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അടുത്തതും നമ്മൾ മെയിൽ തന്നെയാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ എൻ്റെ നാട്ടുകാരിയാണ്, കണ്ണൂരുള്ള ഒരാളാണ്, അനു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അനുവിനെ എന്തായാലും അങ്ങോട്ട് വിളിച്ചാലോ? വിളിക്കാലോ. ഹലോ, നമസ്കാരം, ബീറ്റ് ബഫിലേക്ക് സ്വാഗതം. അനു അല്ലേ? അനു എന്ത് ചെയ്യാണ്? ഹൗസ് വൈഫാണ്. അപ്പോൾ അനു ചേച്ചി, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്, കൊച്ചുണ്ട്, എനിക്കൊരു മോളുണ്ട്. ഹസ്ബൻഡ് കുവൈറ്റിലാണ്. അപ്പൊ കുവൈത്തിൽ ഇങ്ങനെ ഡോളേഴ്സ്, കുവൈത്തിൽ നിന്ന് എന്താണ് ദിനാറല്ലേ? ദിനാറൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. കൊച്ചെന്ത് ചെയ്യാണ് ചേച്ചി? കൊച്ചു 4th പഠിക്കുന്ന അവിടെ തന്നെ കണ്ണൂർ. ആരാണ്? ആതിരാണ് ട്യൂഷൻ പറയുന്നത്? അല്ല, ആതിരയൊക്കെ ട്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, തന്നെ ചേച്ചി. പിന്നെ
കണ്ണൂർ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങള്? പ്രോഗ്രാം എപ്പോഴും കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ ചേച്ചി, മെയിൽ അയക്കി അയച്ചിട്ട് അങ്ങനെ അയച്ചാണ്. രണ്ടാളി പ്രസന്റേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ, മെയിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിളിക്കുമെന്ന് മനസ്സിലായില്ലേ, പറ്റിക്കത്തില്ല എന്ന് മനസ്സിലായില്ലേ? ചേച്ചി പാട്ടൊക്കെ പാടുന്നതാണോ? പാട്ട് ആസ്വദിക്കും. ഇല്ല ആസ്വദിക്കുന്ന ഒരാൾക്ക് എന്തായാലും പാടാൻ പറ്റും. പാട്ട് പാടാൻ ഞാൻ മുതിരലില്ല. എന്തിനാണ് ആൾക്കാർ വെറുതെ ഓടിക്കുന്നത്? പക്ഷെ നമ്മുടെ ഒരു പാട്ട് പരിപാടിയല്ലേ ചേച്ചി, അപ്പൊ എന്തായാലും 2 ലൈൻ ഒന്ന് മൂളിപ്പാട്ടൊന്ന് പാടിയാൽ മതി. പാട് ചേച്ചി, പാട് ചേച്ചി, പാട് ചേച്ചി, പാട് ചേച്ചി, ഒന്ന് പാട്, ഞങ്ങട് പാട്. ഞാൻ പാടാം, എനിക്ക് വേണ്ടിട്ട് പാടാം. ദേവിയത് ഓടരുത്. ഇല്ല. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, കുവൈത്തിലുള്ള ചേട്ടന്റെ പേരെന്തായിരുന്നു? അഭിലാഷ്. ആ ചേട്ടന് വേണ്ടിട്ടാണോ ഡെഡിക്കേഷൻ? ഇപ്പൊ പാട്ടങ്ങ് എത്തിയല്ലേ? അപ്പൊ എന്തായാലും കുവൈത്തിലുള്ള ചേട്ടന് നമ്മുടെ വക ഒരു ഹായ്. ചേട്ടാ ഞാൻ പറയാ. ഓക്കെ. അപ്പൊ ചേച്ചി, അപ്പൊ നമുക്ക് ഇനി നേരെ ഗെയിമിലോട്ട് പോയാൽ അറിയാലോ, നമ്മളൊരു പാട്ട് പ്ലേ ചെയ്ത് തരും, അതിന്റെ സ്റ്റാർട്ടിംഗ് ലൈൻ നമുക്ക് പാടി തരണം. ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് വരട്ടെ അല്ലേ? പാട്ടിടാം അല്ലേ? ഓക്കെ, അപ്പൊ പാട്ട് വരട്ടെ. ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി, ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി, നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം. കേട്ടോ? പാട്ടിന്റെ സ്റ്റാർട്ടിങ് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. ഒന്നുകൂടെ സിനിമ ഏതാന്നൊക്കെ മനസ്സിലായോ? ഇല്ല കേട്ടോ. സിനിമ മനസ്സിലായില്ല? ഫഹദ് ഫാസിലിന്റെ ഫിലിമാണ്. ഏതാണ്? ഫഹദ് ഫാസിലിന്റെ സിനിമയാണ്. ഫഹദ് ഫാസിലും നമ്മുടെ പാട്ടാണോ? അല്ല ചേച്ചി, അവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണോ? ആരുടെ ചോദിക്കണേ? ദൂരെ ഒരു മഴവിൽ എന്നെ വർണ്ണം പോലെ പാട്ടല്ലേ? അതന്നെ. ഇപ്പൊ ചേച്ചി ആരുടെ ചോദിച്ചേ? എന്റെ മോളെടുത്താ ചോദിച്ചേ. ശരി, മോളെടുത്താ സമ്മാനം കിട്ടിയാൽ മോക്ക് കൂടെ കൊടുക്കണമല്ലോ, ഒറ്റയ്ക്ക് എന്തായാലും കിട്ടത്തില്ല. അപ്പൊ മോക്കും കൊടുക്കണം. ചുറ്റും മോക്ക് കൊടുത്തോ, കുഴപ്പമില്ല. കണ്ണൂരുകാരിയാണെന്ന് തെളിയിച്ച് മൊത്തം നാട്ടുകാരെ മുഴുവൻ വിളിച്ചിരുത്തിയാണ് ഫോൺ കോൾ ചെയ്യുന്നത്. ഹലോ, മോളുടെ പേരെന്താ? ഗായത്രി. ഗായത്രി എത്രയിലാ പഠിക്കുന്നേ? 4th. ഏത് സ്കൂളിലാ? ചൊവ്വ ധർമ്മസമാജം. എവിടെയാണ്? ധർമ്മസമാജം. അതെവിടെയാണ്? മേലെ ചൊവ്വയിലല്ലേ? ഓക്കെ. അതെ, ഈ ചേച്ചിക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന്. മോള് പാടുവോ മോളെ? ഒരു പാട്ട് പഠിക്കുന്ന ചേച്ചിക്ക് വേണ്ടി. നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ, ഏതു നാട്ടുപാതകളിൽ കനവിന്റെ മാമലയിൽ തളരാതെ നീ ചുവടേന നീ തണലായി ഞാനരികെ. ഇത്ര അറിയോ? അടിപൊളിയായിട്ട് പാടിയാട്ടോ. ഭയങ്കര മിടുക്കിയാണ്. പഠിക്കാനൊക്കെ എങ്ങനെ ആള്? ഞാൻ നന്നായിട്ട് പഠിക്കല്ലേ? വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. അല്ലെങ്കിൽ കണ്ണൂരൊക്കെ പൊതുവെ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇനിയിപ്പോ ഉടനെ തന്നെ ബെസ്റ്റ് സ്റ്റുഡന്റ് ഉള്ള അവാർഡ് വാങ്ങിക്കുന്നതായിരിക്കും. എന്തിനെങ്കിലും. ഓക്കെ. അപ്പൊ ചേച്ചി നമുക്ക് ആൻസർ പറഞ്ഞായിരുന്നോ? ഏതാണ്? ആൻസർ പറഞ്ഞിരുന്നോ? ഒന്നുകൂടെ പാടിയേ. ദൂരെ ഒരു മഴ ചേച്ചി നല്ലോണം പരിശ്രമിച്ചു കഴിഞ്ഞാ എന്നെ പോലെ നല്ലൊരു ഗായികയാകാം. സത്യമായിട്ടും. ആ പാട്ട് എന്നോ കേട്ടെന്ന് തോന്നുന്നു ചേച്ചി, അതാ പറഞ്ഞ അയ്യോ ഞാൻ അതിന് മുതിരുന്നില്ലേന്ന്. അപ്പൊ ചേച്ചി എന്തായാലും ഫുള്ളായിട്ട് നമുക്ക് പാട്ട് പാടി തന്നിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ സമ്മാനം തരും? പിന്നെന്തായാലും ആദ്യത്തെ ഒരു 2 ലൈൻ പാടി. പക്ഷെ ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കും അവര് കുറെ പേർക്ക് ഇങ്ങനെ കണ്ണൂരായതുകൊണ്ട് സമ്മാനം കൊടുക്കുന്നൊക്കെ പറയില്ലേ? അപ്പൊ ചേച്ചി ആദ്യത്തെ ഒരു ലൈൻ മാത്രമല്ലേ ചേച്ചി പാടിയിട്ടുള്ളൂ? കുഴപ്പമില്ല. അപ്പൊ സമ്മാനം വേണ്ടേ? പക്ഷെ ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഈ പ്രാവശ്യത്തേക്ക് ഞങ്ങൾ അങ്ങ് സമ്മാനം തരുവാണ്.
എന്തായാലും മോള് നമുക്ക് നല്ലൊരു പാട്ടൊക്കെ പാടി തന്നതല്ലേ? ആണോ? മോൾ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. സിസോ നൽകുന്ന നല്ലൊരു സമ്മാനം ചേച്ചിക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ആണോ? ഓക്കെ. ഈ പാട്ട് നമ്മളിപ്പോ ചേച്ചിയുടെ അടുത്ത് ചോദിച്ച ഈ സോങ് ഉണ്ടല്ലോ, അതെ. ഈ സോങ് ഞങ്ങള് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതായിരിക്കും? ഡെഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഡെഡിക്കേഷൻ എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും, ഹസ്ബൻഡിന്റെ വീട്ടിലെല്ലാവർക്കും. ഓക്കെ. ഹസ്ബൻഡിന്, മോക്കും. കുവൈറ്റിലുള്ള ഹസ്ബൻഡിനും അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് ഇനി മെയിൽ അയക്കണം ചേച്ചി. ഓക്കെ ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചിരുന്നത് അനുചേച്ചി ആയിരുന്നു കണ്ണൂരിന്ന്. അപ്പോൾ അനുചേച്ചി ആദ്യത്തെ കുറച്ച് ലൈൻസ് പാടിയിട്ടുള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സമ്മാനം കൊടുക്കാതിരുന്നിട്ടില്ല. പിന്നെ ആദ്യം ഇവിടുന്ന് പറയുന്നുണ്ടായിരുന്നു കണ്ണൂർ ആയതുകൊണ്ടാണോ സമ്മാനം കൊടുത്തതെന്നൊക്കെ. പക്ഷെ അതുകൊണ്ടല്ല നമ്മൾ കൊടുത്തത്. പിന്നെ അനുചേച്ചിയുടെ മകളും നല്ലൊരു പാട്ടൊക്കെ നമുക്ക് പാടി തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അങ്ങോട്ട് വിളിച്ച 3 കോളേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നന്നായിട്ടൊക്കെ സംസാരിച്ചു. 3 പേർക്കും നമ്മൾ സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ പറയാം, കാരണം ഞാൻ വന്ന എപ്പിസോഡിൽ തന്നെ 3 പേർക്ക് സമ്മാനം ഐശ്വര്യമുള്ള നല്ല ഐശ്വര്യമുള്ള കൊച്ചാണ് ഞാൻ. സ്വന്തമായിട്ട് ഞാൻ അല്ല വിളിച്ച പാർട്ടിസിപ്പൻസിന് അപ്പൊ ഒന്നുമില്ല അല്ലേ? അങ്ങനെയല്ല, എന്റെ ഐശ്വര്യം കൂടെ അങ്ങനെയാണ്. ഓക്കെ. കുറെ നാളത്തിന് ശേഷം ഞാൻ വന്ന് തുടങ്ങിയ പരിപാടിയില്ലേ, പിന്നെ എന്തായാലും ആ ക്രെഡിറ്റ് എനിക്ക് വേണം. ഞാൻ വാങ്ങിച്ചോണ്ട് അപ്പൊ ഞാൻ ഇങ്ങ് എടുക്കുവാണല്ലേ? ഞാൻ എടുക്കുവാ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം എന്തായാലും ഒരുപാട് സമയം നമുക്ക് പ്രോഗ്രാം എന്തായാലും വൈൻഡപ്പ് ചെയ്യണ്ടേ? പിന്നെ അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, കാരണം നമ്മൾ എന്തായാലും കോൾസ് അല്ല മെയിൽസ് ആണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു മെയിൽ ഐ ഡി ഉണ്ട്, beatbuffjh@gmail.com എന്നുള്ളതാണ് നമ്മുടെ മെയിൽ ഐ ഡി. അതോടൊപ്പം തന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അയക്കാം. പിന്നെ അതേപോലെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹായ് മാത്രം അയച്ചാൽ പോരാ, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് അയച്ചു തരണം അല്ലേ? നമ്മൾ എന്തായാലും വിളിക്കും. നമ്മൾ ഇതുവരെ നമ്മളെല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ എല്ലാവരും മെയിലുകൾ അയക്കുക. പിന്നെ അതേപോലെ തന്നെ ആതിരയ്ക്ക് നിങ്ങൾ സപ്പോർട്ടൊക്കെ കൊടുക്കുക, കാരണം നമ്മുടെ ബീറ്റ് ബഫിന്റെ പുതിയ ആങ്കറാണ്. അപ്പോൾ ആതിരയ്ക്ക് പിന്നെ നമുക്ക് പതിയെ അങ്ങ് റെഡിയാക്കി എടുക്കാന്ന് അല്ലേ? തന്നെ റെഡിയാക്കാം. അതാണ്. അപ്പൊ എന്തായാലും ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞേ. അപ്പൊ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അടുത്ത എപ്പിസോഡ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്പം റെഡിയാക്കാം. ഓക്കെ ബൈ. ശരി, ടാറ്റ ബൈ ബൈ. Gift sponsored by